കോഴിക്കോട് ബേപ്പൂരിലെ കപ്പൽ പൊളിക്കൽ ശാലയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രദേശത്തെ ജലത്തിലും വായുവിലും കലരുന്ന രാസമാലിന്യം മനുഷ്യജീവന് തന്നെ ഭീഷണിയാണ്. ഇവിടുത്തെ തൊഴിലാളികളുടെ ജീവന് പോലും യാതൊരു ഉറപ്പുമില്ല. നിരവധി തവണ പരാതി നൽകിയിട്ടും ജില്ലാ ഭരണകൂടം നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. എൻഡോസൾഫാന് സമാനമായ മാനവിക ദുരന്തത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന ഭീതിയിലാണ് ബേപ്പൂരിന്റെ തീരമേഖല. കണ്ണൂർ അഴീക്കലിൽ നിന്ന് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിയ കപ്പൽ പൊളിക്കൽ ശാലയാണ് ബേപ്പൂർ അഴിമുഖത്തിന് സമീപം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. കപ്പൽ പൊളിക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്ന രാസമാലിന്യം മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയാണ്. ഈ പ്രവർത്തനം തുടർന്നാൽ ജനിതക വൈകല്യമുള്ള ഒരു തലമുറ തന്നെ ഇവിടെ പിറവിയെടുക്കുമെന്നാണ് ആശങ്ക. നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പുഴയിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് പൊളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മാലിന്യങ്ങൾ മുഴുവൻ തന്നെ കടലിലേക്ക് തള്ളിക്കളയാം എന്നുള്ള എളുപ്പം കൊണ്ടാണ് ഈ പുഴയിൽ വെച്ചത് ഇത് ചെയ്യുന്നത്. കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച രാസവസ്തുക്കൾ തന്നെ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ നിരോധിക്കപ്പെട്ടുള്ളതാണ്. ലെഡ് പെയിന്റ് ഇങ്ങനെയുള്ള പല സാധനവും. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അപകടകാരിയാണെന്ന് തെളിയിക്കപ്പെട്ട രാസവസ്തുക്കൾ കൊണ്ട് ഉപയോഗിച്ച സാധനങ്ങളാണ് ഈ മാലിന്യമാണ് നമ്മുടെ കേരള തീരത്തിലേക്ക് വീണ്ടും വരുന്നത്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ നിന്ന് ഇത് മാറ്റണമെന്ന ആവശ്യവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും തീരുമാനം. ചെറുത്തുനിൽപ്പിന്റെ സമരങ്ങളിലൂടെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കപ്പൽ പൊളിശാലകൾ അപ്രത്യക്ഷമായത്. എന്നാൽ ഇത്തരം കേന്ദ്രങ്ങൾ കേരള തീരത്ത് സജീവമാകുന്നു എന്നതിന്റെ ഒടുവിലത്തെ തെളിവാണ് ബേപ്പൂരിലെ ഈ കപ്പൽ പൊളിശാല. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ പ്രവീൺ മാധവനൊപ്പം രമ്യശ്രീ രാധാകൃഷ്ണൻ, റിപ്പോർട്ടർ.